ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ് ബൈ സീമസ് ഹീനി ഡിസ്കസ് ചെയ്യാം. ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ് എന്ന പോയം എഴുതിയിട്ടുള്ളത് സീമസ് ഹീനി. അദ്ദേഹം ഒരു ഐറിഷ് പോയറ്റാണ്. 1995 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ലിറ്ററേച്ചറിന്. 2013 അദ്ദേഹം മരിക്കുന്നത്. ഈ ഒരു പോയത്തിൽ അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് പോയറ്റ് തന്നെയാണ് അതിൻ്റെ സ്പീക്കർ ഡിസ്ക്രൈബ്സ് ഹൗ ഹി എൻജോയ്ഡ് വാച്ചിങ് ആൻഡ് കളക്ടിങ് ഫ്രോഗ് സ്പോൺ ഫ്രം എ ഫ്ലാക്സ് ഡാം ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇതിലൊരു ഫ്ലാക്സ് ഡാമിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. പ്രകൃതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പ്രകൃതിയിൽ, അതായത് കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്താണ്, ആയി കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്, നമ്മൾ അതിനെ എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പോയറ്റ് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം എൻജോയ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തായിട്ട് ഒരു ഫ്ലാക്സ് ഡാം ഉണ്ടായിരുന്നു. ഫ്ലാക്സ് ഡാം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാക്സ് എന്ന് പറയുന്ന ആ ഒരു സീഡ് ഉണ്ടല്ലോ, അതിനെ റോട്ട് ചെയ്യാനായിട്ട് ഇടും വെള്ളത്തിൽ. കുറേ നാളത് ഇട്ട് കഴിയുമ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഫൈബേഴ്സ് ഇങ്ങനെ മേലെ പൊങ്ങി വരും. അതിന്നാണ് ലിനൻ എടുക്കുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു ഇത് ഇട്ട് വയ്ക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് ഫ്ലാക്സ് ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയറ്റ് കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ആ ഡാമിനടുത്ത് പോയി ഇരിക്കുന്നതും അവിടുത്തെ ആ കാഴ്ചകൾ കാണുന്നതും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നീട് വലുതായി കഴിയുമ്പോൾ എങ്ങനെ അദ്ദേഹം ആ ഒരു ഫ്ലാക്സ് ഡാമിനെ കാണുന്നു, എന്താണ് അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നതാണ് ഈ ഒരു ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ് എന്ന പോയത്തിലുള്ള ഒരു തീമായിട്ട് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ചുറ്റിനും കാണുന്ന ആ കാഴ്ചയിൽ അല്ലെങ്കിൽ അതിൽ ആ ഒരു കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നീട് അദ്ദേഹം എങ്ങനെ അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയണത്. ലൈൻ ബൈ ലൈൻ, ചെറിയ ഒരു ഷോർട്ട് പോയാണ്. അപ്പോൾ ലൈൻ ബൈ ലൈൻ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. All year the flax dam festered in the heart of the townland. Green and heavy-headed flax had rotted there, weighted down by huge sods. അപ്പോൾ ഈ ഒരു ലൈനിൽ പറയുന്നത് ഫ്ലാക്സ് ഡാം, അവിടെ ഫ്ലാക്സ് പ്ലാന്റ്സ്, സീഡല്ല കേട്ടോ, ഫ്ലാക്സ് പ്ലാന്റിനെ കൊണ്ടുവന്നിട്ട് അവിടെ അഴുകാനായിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷമെല്ലാം ഈ പോയറ്റ് എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. ഇരുന്നിട്ട് അവിടെ നിന്ന് എന്താണ് ആ കുട്ടി ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഫ്ലാക്സ് ആണ്, അത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ചെയ്യാനാണ്, അതൊന്നും ആ കുട്ടിക്ക് അറിയില്ല. അവിടെ വന്നിട്ട് ആ വെള്ളത്തിൽ കാണുന്ന ഫ്രോഗ് സ്പോൺ എന്ന് പറഞ്ഞാൽ തവളയുടെ മുട്ട, അത് എടുത്തുകൊണ്ട് പോയിട്ട് ബോട്ടിലാക്കി വെക്കുന്നതും അതിൽ വരുന്ന ചേഞ്ചസ് നോക്കിയൊക്കെയാണ് ഈ കുട്ടി ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ലൈൻ പറയുന്നത്, ഡെയിലി ഇറ്റ് സ്വെൽറ്റേർഡ് ഇൻ ദ പണിഷിംഗ് സൺ, ബബിൾസ് ഗാഗിൾ ഡെലിക്കേറ്റ്ലി, ബ്ലൂ ബോട്ടിൽസ് വോവ് എ സ്ട്രോങ് ഗോസോ സൗണ്ട് അറൗണ്ട് ദ സ്മെൽ. അപ്പോൾ ഈ ഫ്ലാക്സ് ഡാം എങ്ങനെയാണ് സൂര്യൻ്റെ ചൂടിൽ അത് ബേക്ക്ഡ് ആവണു എന്ന് ആ കുട്ടി പറയണം. ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ വെള്ളത്തിലിട്ടിരിക്കുകയാണ്, അപ്പോൾ നല്ല ചൂടുണ്ട്. ആ ചൂടിൽ ഈ ഫ്ലാക്സ് ഡാം അത് മൊത്തമായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് ചൂടായിട്ട് അതിങ്ങനെ ബേക്ക് ചെയ്ത ഒരു കേക്ക് പോലെ ആവുന്നു. അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ബബിൾ വരുമ്പോൾ ആ ഒരു ഗേർഗ്ലിംഗ് സൗണ്ട് ഉണ്ടാവുമല്ലോ വെള്ളത്തിൽ, ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇതിങ്ങനെ ഈ പ്ലാന്റ്
ചീഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഫ്ലൈസ്, ഇൻസെക്ട്സ്, ബ്ലൂ ബോട്ടിൽ, ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈസ് അതൊക്കെ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ പറക്കുന്നുണ്ട്. ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെയൊക്കെ സൗണ്ട് അവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ കുട്ടി അവിടെ പോയി നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതിൻ്റെ ഒരു മണവും ആ ബബിൾസ് വരുന്നതും അതിന് ചുറ്റും ഈ ഇൻസെക്ട്സ് പറക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ കുട്ടി ഇങ്ങനെ ആസ്വദിക്കണം. അതിൽ ഇൻസെക്ട്സിൽ ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, ബ്ലൂ ബോട്ടിൽ എന്ന് പറയുന്ന അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ അവിടെ നിന്ന് ഈ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രോഗ് സ്പോൺ ദാറ്റ് ഗ്രൂ ലൈക്ക് ക്ലോട്ടഡ് വാട്ടർ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ബാങ്ക്സ്. അതിൻ്റെ തീരത്ത് ചെടികളിലൊക്കെ പുല്ലിലൊക്കെ എന്ത് കാണാം? ഈ ഫ്രോഗ് സ്പോൺ, ഫ്രോഗിൻ്റെ എഗ്ഗ് കാണാൻ പറ്റും, മുട്ട ഇങ്ങനെ എന്താണ് പറയുക, ഒരു കൂട്ടമായിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അത് എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിരുന്നു ഈ കുട്ടി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത്. ഹിയർ എവറി സ്പ്രിംഗ് ഐ വുഡ് ഫിൽ ജാം പോട്ട് ഫുൾസ് ഓഫ് ജെല്ലീഡ് specks to range on windowsills at home, on shelves at school, and wait and watch until the flattening dots burst into nimble swimming tadpoles. എല്ലാ സ്പ്രിംഗ് സീസണിലും ഈ കുട്ടി എന്ത് ചെയ്യാറുണ്ട്? ജാം ബോട്ടിൽ ഉണ്ടല്ലോ, അതിൽ ഈ തവളയുടെ മുട്ട കളക്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് വിൻഡോൻ്റെ ആ സൈഡിലൊക്കെ വെക്കും. അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഷെൽഫിൽ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് അത് വാച്ച് ചെയ്യും. അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരണമെന്ന് വാച്ച് ചെയ്യും. ആ മുട്ട പൊട്ടിയിട്ട് അതിൽ നിന്ന് ടാഡ്പോൾ വരുന്ന തവള കുഞ്ഞുങ്ങൾ വരുന്നതിനായിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അതങ്ങനെ വളരെയധികം പ്രൗഡായിട്ട് ആ കുട്ടി അത് കൊണ്ടുവന്നിട്ട് വെച്ച് അതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട്. അതാണ് അവൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ലൈനിൽ പറയുന്നത് മിസ് വോൾസ് വുഡ് tell us how the daddy frog was called a bullfrog, and how he croaked, and how the mammy frog laid hundreds of little eggs, and this was frog spawn. You could tell the weather by frogs too, for they were yellow in the sun and brown in rain. പിന്നെ സ്പീക്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടീച്ചർ മിസ് വോൾസ് എങ്ങനെയാണ് ഈ ഫ്രോഗ്സിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. മെയിൽ ഫ്രോഗ്സിനെ ബുൾ ഫ്രോഗ്സ് എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മെയിലും ഫീമെയിലും എങ്ങനെയാണ് ഫ്രോഗ്സ് ബിഹേവ് ചെയ്തിരുന്നത്. ഫീമെയിൽ ഫ്രോഗ്സ് ധാരാളം മുട്ടകൾ ഇടുന്നത്, ആ മുട്ടയാണ് ഫ്രോഗ് സ്പോൺ എന്ന് പറയുന്നത്. പിന്നെ ആ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫ്രോഗ്സിന് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്താണ്, വെതർ മാറുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. യെല്ലോ ഇൻ ദ സൺ, യെല്ലോ കളറാണ് വെയിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ കളർ. ബ്രൗൺ ഇൻ ദ റെയിനി സീസൺ ആകുമ്പോൾ അതിൻ്റെ കളർ ബ്രൗൺ ആവും എന്നൊക്കെ ഈ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് ഈ കുട്ടി ഓർക്കുകയാണ്. പിന്നെ ഫ്രോഗ്സിനെ ഡാഡി ആൻഡ് മമ്മി എന്നൊക്കെ പറയുന്നതും ഒക്കെ ആ കുട്ടി ഇഷ്ടത്തോടെ അതൊക്കെ ക്ലാസ് കേട്ടിരുന്നതൊക്കെ പോയിട്ട് ഓർക്കണം. ആൻഡ് ദെൻ വൺ ഹോട്ട് ഡേ വെൻ ഫീൽഡ്സ് were rank with cow dung in the grass, the angry frogs invaded the flax dam. I ducked through hedges to a coarse croaking that I had not heard before. The air was thick with a bass chorus. അപ്പോൾ ഒരു നല്ല ചൂടുള്ള ഒരു ദിവസം, ദേ സ്മെൽഡ് ബാഡ് ഫ്രം കൗ ഡങ് ഇൻ ദ ഫീൽഡ്. നല്ല ഈ അടുത്തുള്ള വയലുകളിൽ നിന്നുള്ള കൗ ഡങ്ങിൻ്റെ സ്മെല്ല് എയറിലൂടെ ഇങ്ങനെ വന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഫ്രോഗ്സൊക്കെ എവിടേക്ക് പോവാണ്? ഈ ഫ്ലാക്സ് ഡാമിലേക്ക് ചാടിപ്പോയി. അവരുടെ ആ ഒരു എന്താ പറയുക, ലൗഡ് ക്രോക്കിംഗ് സൗണ്ട്, നമ്മൾ മഴക്കാലമാകുമ്പോൾ തവളകളുടെ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുമല്ലോ, അങ്ങനെ ആ സൗണ്ട് കേട്ടപ്പോൾ ഈ പോയിട്ട് വേഗം തന്നെ അവിടേക്ക്
ഓടി അവിടെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ the air was filled with deep loud croaking of many frogs. അങ്ങനെ എല്ലാ തവളകളും കൂടെ കൂട്ടത്തോടെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം. Right down the dam, gross bellied frogs were cocked on swords, their lows necks pulsed like snails. Some hopped. The slap and plop were obscene threats. Some sat, poised like mud grenades, their blunt heads farting. അപ്പോൾ അങ്ങനെ വലിയ വലിയ തവളകൾ, ബിഗ് സ്റ്റൊമക്ക് ഉള്ള തവളകൾ ആ ചെളിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ നെക്കൊക്കെ സ്നെയിൽ പോലെ പുറത്തേക്ക് വരുന്നു, അകത്തേക്കും വലിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ്, ആ ഒരു സ്ലാപ്പിംഗ്, ആ ഒരു പ്ലോപ്പിംഗ് സൗണ്ട്, തവള ഇങ്ങനെ വെള്ളത്തിൽ ചാടുന്ന ആ ഒരു സൗണ്ട്, അത് കേൾക്കുന്ന സമയത്ത് ഒരു പോയിറ്റിന് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് തോന്നിയത്. അതായത് നേരത്തെ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് ആ ഈ ഫ്രോഗ് സ്പോൺ കളക്ട് ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ പോയിറ്റിന് ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ വല്ലാതെ ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. സം ഫ്രോഗ്സ് സാറ്റ് സ്റ്റിൽ, ചില ഫ്രോഗൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. The heads made strange noises. പല തരത്തിലുള്ള തവളകൾ ഇങ്ങനെ ഓരോ രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. And Isaacan turned and ran. The great slime kings were gathered there for vengeance, and I knew that if I dipped my hand, the spawn would clutch it. അപ്പോൾ ഈ ഒരു നോയ്സ് കേട്ടപ്പോൾ the speaker felt sick. വല്ലാതെ ഒരു അദ്ദേഹം പറയുന്നത് ഐ ഫീൽ സിക്ക് എന്നാണ്. എനിക്ക് ഒരു വല്ലാത്തൊരു അസുഖം വരുന്നത് പോലെയൊക്കെയാണ് തോന്നിയത്. ആൻഡ് റാൻ എവേ, അത് കേൾക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഓടുകയാണ്. ഇമാജിനിങ് ദാറ്റ് ഫ്രോഗ്സ് വാണ്ടഡ് റിവെഞ്ച്. അപ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പോയിട്ട് വിചാരിക്കുകയാണ്, ഈ ഫ്രോഗ്സ് എന്നോട് പ്രതികാരം ചെയ്യുകയാണോ? കാരണം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഫ്രോഗ് സ്പോണൊക്കെ കളക്ട് ചെയ്ത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിന് എന്നോട് റിവെഞ്ച് ചെയ്യുകയാണ് ഈ തവളകളെല്ലാം കൂടെ എന്നാണ് സ്പീക്കർ വിചാരിച്ചിരുന്നത്. ഇതാണ് പോയത്തിൻ്റെ ഒരു സമ്മറി. ഇതിലൂടെ പറയുന്ന കുട്ടി ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു ഇന്നസെൻറ്റ് ലവ് ഫോർ നേച്ചർ, പ്രകൃതിയോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ള ഒരു സ്നേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നീട് ഗ്രോയിങ് അപ്പ്, കുട്ടി വലുതായപ്പോൾ ഹി റിയലൈസസ് ദാറ്റ് നേച്ചർ ക്യാൻ ബി സ്കാരി ആൻഡ് നോട്ട് ഓൾവേസ് സേഫ്. പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് പേടിപ്പിക്കുന്ന പലതും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇത് എപ്പോഴും സേഫ് അല്ല എന്നുള്ളത് അദ്ദേഹം ഈ ഒരു ചുറ്റുപാടുമുള്ള കാഴ്ചകളിലൂടെ മനസ്സിലാക്കുകയാണ്. അതായത് പ്രകൃതി എപ്പോഴും കാണാൻ ഭംഗിയുള്ള കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഫ്ലഡ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ കൊടുങ്കാറ്റോ ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രകൃതിയെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത എന്താണ് എന്നുള്ളത് നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ എന്താണ് വരിക? പേടിയാണ് ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചുറ്റുമുള്ള ചേഞ്ചസ്, പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആ കുട്ടിക്ക് ചിന്തിക്കാനായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അപ്പോൾ പേടിപ്പിക്കുന്ന അനുഭവങ്ങളും ഈ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവ് വലുതായപ്പോൾ സ്പീക്കറിന് ഉണ്ടാവുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് കേട്ടോ.